Hello, good afternoon. Am I audible? Okay, Arpit. Screen okay അല്ലേ? Okay. Please join first. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായ പ്രോബ്ലം നോക്കിയിരുന്നോ നിങ്ങൾ? ഷോർട്ടസ്റ്റ് ജോബ് റിമൈനിങ് ടൈം ഫസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് നോക്കിയിരുന്നോ? പ്രോബ്ലം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സെഷൻ കുറച്ച് വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞത്, ടൈം പോവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഓക്കെ, സോ ഡിഡ് യു ചെക്ക് ദാറ്റ് പ്രോബ്ലം? Nobody? Okay, no problem. I will explain it once more. Okay. See,
we were discussing about shortest job remaining time first. Okay, shortest job, that is actually it is the shortest job first algorithm plus preemption. Okay, so last class we have discussed about this problem. So there are 5 process. Okay, 5 process very important ആണ്. 5 process ആണ്. ഷോർട്ടസ്റ്റ് ജോബ് എന്ന് എങ്ങനെയാ പറയാ, നമ്മളെ ബേസ്റ്റ് ടൈം ചെക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ഷോർട്ടസ്റ്റ് ആരാണോ അവരാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ബേസ്റ്റ് ടൈം ചെക്ക് ചെയ്യുക. ബേസ്റ്റ് ടൈമിൽ ഷോർട്ടസ്റ്റ് ജോബ്, അതായത് ഷോർട്ടസ്റ്റ് ടൈം എടുക്കുന്ന ജോബ് ഏതാണോ ദാറ്റ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. ഓക്കെ, ബട്ട് അവിടെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താ, അറൈവൽ ടൈം ഷുഡ് ബി ചെക്ക്ഡ്. അറൈവൽ ടൈം 0 ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് പ്രോസസ് ചെയ്തിരിക്കണം. ഓക്കെ, അറൈവൽ ടൈം 0ന്റെ കേസ് അവിടെ നമ്മൾ ബേസ്റ്റ് ടൈം കൂടുതലാണോ കുറവാണോ നോക്കണ്ട, ബിക്കോസ് ഫസ്റ്റ് അറൈവ് ചെയ്ത പ്രോസസ് ഏതാണ്, അറ്റ് അറൈവൽ ടൈം 0. സോ അതെന്തായാലും കൺസിഡർ ചെയ്യണം. ഓക്കെ, വെദർ അവരുടെ ബേസ്റ്റ് ടൈം കൂടുതലാണോ കുറവാണോ ഇറ്റ് ഡസന്റ് മാറ്റർ, യു ഹാവ് ടു കൺസിഡർ. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഇവിടെ 5 പ്രോസസ് ഉണ്ട്. അറൈവൽ ടൈം 0. ഓക്കെ, അറ്റ് 0 മില്ലി സെക്കൻഡില് ഓക്കെ ആര് വന്നിട്ടുണ്ട്, P1 റെഡിയാണ്. ഓക്കെ, ബട്ട് P1ന്റെ ബേസ്റ്റ് ടൈം 8 ആണ്, ഹയസ്റ്റ് ആണ്, ബട്ട് നോ പ്രോബ്ലം. ഓക്കെ, നമുക്കത് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, 0 മില്ലി സെക്കൻഡ് നമ്മൾ P1നെ സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് പ്രീംഷൻ ഉണ്ട്. പ്രീംഷൻ മീൻസ് യു ക്യാൻ retrieve the CPU. Okay, you can forcefully get the CPU from one process and you can give to another process. Okay, അപ്പൊ ഇവിടെ 0 മില്ലി സെക്കൻഡിൽ P1 സെലക്ട് ആയി. ഓക്കെ, P1 ആണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യണം, ദാറ്റ് യു ഹാവ് ടു ചെക്ക് ഇറ്റ് വിത്ത് അറൈവൽ ടൈം. നോക്കൂ, 0ന്റെ അറൈവൽ ടൈം 0 കഴിഞ്ഞാൽ തൊട്ട് നെക്സ്റ്റ് ആയിട്ട് ആര് വരുന്നുണ്ട്, അറൈവൽ ടൈം 1ല് ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ടൈമിൽ ചെക്ക് ചെയ്യണം നമ്മൾ, ബേസ്റ്റ് ടൈം കമ്പയർ ചെയ്യണം. ഓക്കെ, കാരണം ഷോർട്ടസ്റ്റ് ജോബാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അറ്റ് പ്രസന്റ് അറൈവൽ ടൈം 0ല് P1 വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ്, കാരണം എന്താ, അവരുടെ ബേസ്റ്റ് ടൈം 8 ആണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഷോർട്ടസ്റ്റ്, ബട്ട് വി ഹാവ് ടു എക്സിക്യൂട്ട് P1. എന്തുകൊണ്ട്, അറൈവൽ ടൈം 0 ആണ്. ഓക്കെ, അപ്പൊ P1 നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എത്ര ഡ്യൂറേഷൻ P1 വർക്ക് ചെയ്യണം, ടോട്ടൽ 8 ഡ്യൂറേഷൻ ആണ്. ബട്ട് ഇവിടെ പ്രീംഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രീംറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി, നെക്സ്റ്റ് 1 മില്ലി സെക്കൻഡ് ചെക്ക് ചെയ്തു. കാരണം എന്താ, അറൈവൽ ടൈം നെക്സ്റ്റ് 1 മില്ലി സെക്കൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, ആ സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, P1 ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 8 ആണ്. ഇപ്പൊ 0 മുതൽ 1 വരെ നമ്മൾ P1ന് കൊടുത്തു. കാരണം 1 മില്ലി സെക്കൻഡിൽ നമ്മൾ ചെക്ക് ചെയ്തു. P1 എത്രയാണ്, ഓൾറെഡി 8 ആയിരുന്നു, ബട്ട് 1 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്തത് കൊണ്ട് ഇറ്റ് ഈസ് 7. 8 മൈനസ് 1 7 ആയി. ആ 1 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് ആര് കൂടെ വന്നു, P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് കൂടെ വന്നു. ഓക്കെ, സോ P2 റെഡിയാണ്. സോ ബേസ്റ്റ് ടൈം ചെക്ക് ചെയ്തു. P1ന്റെ ബേസ്റ്റ് ടൈം 7 ആണ്, P2ന്റെ ബേസ്റ്റ് ടൈം 1 ആണ്. ഓക്കെ, സോ ലോവസ്റ്റ് ആരാണ്, P2 ആണ്. സോ P2ന് വർക്ക് ചെയ്യാം. ഓക്കെ, ലോവസ്റ്റ് ആണ് P2, സോ P2ന് എന്ത് ചെയ്യാം, CPU കൊടുക്കാം. സോ P2ന്റെ ബേസ്റ്റ് ടൈം 1 മില്ലി സെക്കൻഡ് ആണ്. സോ 1 മുതൽ 2 മില്ലി സെക്കൻഡ് വരെ P2 വർക്ക് ചെയ്തു. കാരണം 1 മില്ലി സെക്കൻഡ് അവരുടെ ഡ്യൂറേഷൻ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം, അടുത്ത അറൈവൽ ടൈം ചെക്ക് ചെയ്യണം. അറൈവൽ ടൈം 2 നോക്കൂ, അറൈവൽ ടൈം 2ല് അടുത്ത പ്രോസസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ കംപ്ലീഷൻ ടൈമും 2 ആണ്. ഓക്കെ, ഇനി at 2 മില്ലി സെക്കൻഡ്, 2 മില്ലി സെക്കൻഡിൽ ആരൊക്കെയാണ്, P1 ഓൾറെഡി റെഡിയാണ്. അതുപോലെ തന്നെ 2 മില്ലി സെക്കൻഡിൽ P3യും കൂടെ വന്നു. ഓക്കെ, P1 ഓൾറെഡി റെഡിയാണ്, P3യും കൂടെ വന്നു. ഓക്കെ, സോ P1ഉം P3യും കമ്പയർ ചെയ്തു. 7ഉം 3യും ആണ് ബേസ്റ്റ് ടൈം. ഷോർട്ടസ്റ്റ് ആരാണ്, P3 ആണ്. ഓക്കെ, ഷോർട്ടസ്റ്റ് P3 ആണ്. സോ P3ക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇവിടെയാണ് നിൽക്കുന്നത്. P3ക്ക് എക്സിക്യൂഷൻ കൊടുക്കാം. 3 ആണ് ബേസ്റ്റ്. സോ 2 + 3 5 കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. 3 മില്ലി സെക്കൻഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, P4ഉം കൂടെ വരും. ഓക്കെ, P4ഉം കൂടെ വന്നാലും ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഈ ഒരു 4 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം അറൈവൽ ടൈമിന്റെ. കാരണം ഓരോ ആൾ അറൈവ് ചെയ്യുമ്പോൾ ഈസ് ഇറ്റ് ഷോർട്ടസ്റ്റ് വൺ ഓർ എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, കാരണം നമ്മളിപ്പോ എടുത്ത P1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊരിക്കലും ഷോർട്ടസ്റ്റ് അല്ല. ബട്ട് വി ഹാവ് ടു ടേക്ക് P1. അപ്പൊ P1 എക്സിക്യൂഷൻ കഴിഞ്ഞ് ഒരു യൂണിറ്റ് കഴിയുമ്പോൾ തന്നെ P2ഉം കൂടെ വന്നതുകൊണ്ട് വി ഹാവ് സെലക്ടഡ് P2നെ സെലക്ട് ചെയ്തു. P2ന്റെ ബേസ്റ്റ് ടൈം 1 യൂണിറ്റ് ആണ്. സോ 1 യൂണിറ്റ് വർക്ക് ചെയ്തു. അപ്പോ ഇനി എന്താണ്, അറ്റ് 2 മില്ലി സെക്കൻഡ് നമ്മൾ നോക്കി ആരൊക്കെയാ റെഡി, P1ഉം P3 ആണ് റെഡി. അതിൽ P3 ആണ് ഷോർട്ടസ്റ്റ്.
സോ അത് സെലക്ട് ചെയ്തു. അത് എത്ര നേരം വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, 2 മില്ലി സെക്കൻഡ് കഴിഞ്ഞാൽ ജസ്റ്റ് 3 മില്ലി സെക്കൻഡ് എഴുതുക. 3 മില്ലി സെക്കൻഡിൽ ചെക്ക് ചെയ്യാം. P1 റെഡിയാണ്, P3 റെഡിയാണ്. ഓക്കെ, P3 എന്ന് പറയുന്നത് ഓൾറെഡി 3 ആയിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഒരു യൂണിറ്റ് വർക്ക് ചെയ്തത് കൊണ്ട് 2 ആയി. കാരണം ഇവിടുന്ന് 2 3ലേക്ക് കിടക്കുമ്പോൾ 2 മില്ലി സെക്കൻഡിൽ P3 ആണ് വർക്ക് ചെയ്തത്. ഓക്കെ, 2 മുതൽ 3 മില്ലി സെക്കൻഡ് വരെ P3 ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബേസ്റ്റ് ടൈം ഒന്ന് കുറഞ്ഞു. അതേ സമയത്ത് P4 എന്താ 3 മില്ലി സെക്കൻഡിൽ P4ഉം റെഡിയാണ്. അപ്പൊ 3 ആള് റെഡിയാണ്. ഓക്കെ, അതിൽ 2 പേരുടെ ബേസ്റ്റ് ടൈം ടൈ ആണ്, 2-2. സോ ഓൾറെഡി P3 ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു സെക്കൻഡിലും എന്ത് ചെയ്യും, P3ക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, P3 തന്നെ കണ്ടിന്യൂ ചെയ്യും. 2 യൂണിറ്റ് P3 തന്നെ അങ്ങ് വർക്ക് ചെയ്യും. സോ അതുകൊണ്ടാണ് ഒരുമിച്ച് 2 മുതൽ 5 വരെ 3 യൂണിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് P3 വർക്ക് ചെയ്തത്. ഓക്കെ, ഇവിടെ നിങ്ങൾ 2 to 5 എന്ന് എഴുതിയെങ്കിലും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, 2 മില്ലി സെക്കൻഡ്. കാരണം 2 മില്ലി സെക്കൻഡിൽ വേറൊരാൾ വരുന്നുണ്ട്, 3 മില്ലി സെക്കൻഡിൽ വേറൊരാൾ വരുന്നുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, 4 മില്ലി സെക്കൻഡിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അപ്പോഴും നിങ്ങൾക്ക് P3 തന്നെയാണ് ഷോർട്ടസ്റ്റ് കിട്ടുക. ഓക്കെ, കാരണം ബേസ്റ്റ് ടൈം 1 ആയിരിക്കും, ഏറ്റവും ഷോർട്ടസ്റ്റ് ഇപ്പോൾ അതാണ്. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് P3ക്ക് കൊടുത്തത്. ഇവിടെ നിങ്ങൾ സൈഡിലായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. കാരണം പ്രീംഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്താണ്, 5 കംപ്ലീഷൻ ടൈം 5 മില്ലി സെക്കൻഡ് ആയി. ഓക്കെ, അപ്പോഴേക്കും എല്ലാവരും അറൈവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 4 വരികയേ ഉള്ളൂ. ഓക്കെ, 5 മില്ലി സെക്കൻഡിൽ എല്ലാ പ്രോസസ്സും റെഡിയാണ്. അതിൽ ബേസ്റ്റ് ടൈം കമ്പയർ ചെയ്യുക. P1 7 ആണ്, P4 2 ആണ് ബേസ്റ്റ് ടൈം. ഓക്കെ, P5 6 ആണ്. സോ എന്താണ്, സ്മോളസ്റ്റ് വൺ ഈസ് P4. 3 ആള് റെഡിയാണ്, അതിൽ ഏറ്റവും സ്മോളസ്റ്റ് P4 ആണ്. സോ P4ന് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാം. കാരണം ഈ ഒരു അറൈവൽ ടൈം കഴിഞ്ഞാലേ 5 അറൈവൽ ടൈം ഇവിടെ 4 ആണ്. അപ്പോൾ ആഫ്റ്റർ 4 മീൻസ് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നോർമലി നിങ്ങൾ ചെയ്യുന്ന പോലെ ഷോർട്ടസ്റ്റ് ടൈമിനെ സെലക്ട് ചെയ്യാം. പിന്നെ പ്രീംഷൻ വരില്ല. ഒരു 4 to 5 അറൈവൽ ടൈം 4 ആണ്. അപ്പോൾ 4 അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ് ഒക്കെ വരികയെ എന്ത് വരുള്ളൂ, പ്രീംഷൻ വരുള്ളൂ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോർമലായിട്ട് നിങ്ങൾ ഷോർട്ടസ്റ്റ് ജോബ് എങ്ങനെയാണോ ചെയ്യുക വിത്തൗട്ട് പ്രീംഷൻ, അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ആ ഒരു അറൈവൽ ടൈമിന്റെ ആ ഒരു ലാസ്റ്റ് എത്രയാണോ ആ വാല്യൂ വരെ നിങ്ങൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, 4 ആണ് ഇവിടെ ലാസ്റ്റ് അറൈവൽ ടൈം. അതായത് 4 ആവുമ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. സോ ഒരു 4 മില്ലി സെക്കൻഡ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 സെക്കൻഡ് വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പ്രീംറ്റ് ചെയ്യാൻ പറ്റും വിച്ച് വൺ ഈസ് സ്മോളസ്റ്റ്. ഇപ്പൊ 5ന്റെ കേസിൽ നിങ്ങൾ 3 ആൾ റെഡിയാണ്, അതിൽ ഷോർട്ടസ്റ്റ് എടുത്തു, P4 ആണ്, 2 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്തു. 7. ഓക്കെ, ഇനി 7 മില്ലി സെക്കൻഡിലാണെങ്കിലോ P1ഉം P5ഉം റെഡിയാണ്. P1 7 ആണ്, P5 6 ആണ് ബേസ്റ്റ് ടൈം. സോ P5നെ വർക്ക് ചെയ്തു. അവിടെ ഒന്നും വേറൊരു പ്രശ്നം വരുന്നില്ല, പ്രീംഷൻ വരുന്നില്ല. P5ന് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് P1ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 5 7 ലാസ്റ്റത്തെ 3 കേസിൽ പ്രീംഷൻ വരുന്നില്ല. ദേ ആർ കണ്ടിന്യൂസ്ലി വർക്കിംഗ്, ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാ പ്രീംഷൻ വന്നത്, ഒരു ഫസ്റ്റ് 5 സെക്കൻഡ്സ് അല്ലെ ഫസ്റ്റ് 5 മില്ലി സെക്കൻഡ്സിന്റെ ഇടയിലാണ് എന്ത് വരുന്നത്, പ്രീംഷൻ. അത് ഇവിടെ അറൈവൽ ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ നോക്കണം. കാരണം ഏതൊക്കെ അറൈവൽ ടൈമിനാണ് ഓരോ പ്രോസസ്സ് വരുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് കമ്പയർ ചെയ്യണം, ഷോർട്ടസ്റ്റ് ജോബ് കമ്പയർ ചെയ്യണം. ഓക്കെ, ലാസ്റ്റും കമ്പാരിസൺ തന്നെയാണ് വരുന്നത്, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പ്രീംഷനും കൂടെ വരും. കാരണം ശരിക്കും പറഞ്ഞാൽ P1 ആണ് സെലക്ട് ആയത്, ബട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ആര് വരുന്നുണ്ട്, P2 വരുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ P2യുടെ ആണ് ടൈം കുറവ്. സോ P1 സ്വിച്ച് ചെയ്തിട്ട് P2ന് കൊടുക്കണം. ഓക്കെ, അടുത്ത 2 മില്ലി സെക്കൻഡ്. 2 മില്ലി സെക്കൻഡിൽ P1ഉം P3 ആണ് കമ്പയർ ചെയ്യുന്നത്, അതിൽ P3 ആണ്. സോ P3 ഗോട്ട് സെലക്ടഡ്. നെക്സ്റ്റ് 3 മില്ലി സെക്കൻഡിൽ എന്താണ്, അവിടെ ടൈ ഒക്കേഴ്സ്. ഓക്കെ, ടൈ ഒക്കർ ചെയ്താലും എന്താണ്, P3 വാസ് കണ്ടിന്യൂയിങ്. 2 to 3 മില്ലി സെക്കൻഡ് വരെ P3 ആയിരുന്നു ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ടൈ വന്നു കഴിഞ്ഞാൽ P3ക്ക് തന്നെ കൊടുക്കാം CPU-നെ. ഓക്കെ, സോ P3 കണ്ടിന്യൂസ്. പിന്നെ അറ്റ് 4 മില്ലി സെക്കൻഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 4 മില്ലി സെക്കൻഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അറ്റ് 4 മില്ലി സെക്കൻഡ് വെൻ യു ആർ ചെക്കിങ് എന്താണ്, അപ്പോഴും P3 ആയിരിക്കും സ്ലോവസ്റ്റ് വൺ. ഓക്കെ, P3യുടെ വാല്യൂ 1 ആയിരിക്കും ബേസ്റ്റ് ടൈം. എന്തുകൊണ്ടാണ് 1 ആയത്, ടോട്ടൽ 3 ആണ്. 2 to 3 വർക്ക് ചെയ്തു, 3 to 4ഉം വർക്ക് ചെയ്തു. അപ്പൊ 2 യൂണിറ്റ് കഴിഞ്ഞു, ഇനി 1 മില്ലി സെക്കൻഡും കൂടെ മതി. ഓക്കെ, അപ്പൊ P3 തന്നെ കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ടാണ് ഒരു ഒറ്റ സ്ട്രെച്ചിൽ 2 to 5 സെക്കൻഡ് വരെ P3 തന്നെ നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വിത്ത് പ്രീംഷൻ.
ഓക്കെ, അപ്പൊ അറൈവൽ ടൈമിന്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതണം, പിന്നെ നിങ്ങൾക്ക് എഴുതാണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കി നോക്കി ചെയ്യാൻ പറ്റും. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് യു ആർ സ്റ്റഡിങ് യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ദെൻ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നില്ല. ഓക്കെ, മൈൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കംപ്ലീഷൻ ടൈം. കംപ്ലീഷൻ ടൈം ശ്രദ്ധിക്കേണ്ടത്, സി P1 ഇവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റും പിന്നെ വർക്ക് ചെയ്തത്. സോ ടോട്ടൽ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് CT എന്ന് പറയുന്നത് P1ന്റെ എപ്പോഴാണോ അത് കംപ്ലീറ്റ് ആവുന്നത് ദാറ്റ് ടൈം. സോ ഇറ്റ് ഈസ് 20. നോക്കൂ, 0 to 1 മില്ലി സെക്കൻഡ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ 7 മില്ലി സെക്കൻഡും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 8 ആണ്. 1 മില്ലി സെക്കൻഡ് ഇവിടെ, 7 മില്ലി സെക്കൻഡ് ഇവിടെ. സോ ടോട്ടൽ 8 മില്ലി സെക്കൻഡ് ആണ് വർക്ക് ചെയ്തത്. ബട്ട് എപ്പോഴാണ് അവർ കംപ്ലീറ്റ് ആയത്? ഇറ്റ് ഈസ് അറ്റ് 20 മില്ലി സെക്കൻഡ്. സോ കംപ്ലീഷൻ ടൈം ഈസ് 20. അത് മാറരുത്. ഓക്കെ, അങ്ങനെ പ്രീംഷൻ വരുമ്പം കംപ്ലീഷൻ ടൈം ലാസ്റ്റ് എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് ദാറ്റ് ടൈം ഷുഡ് ബി ടേക്കൺ. കൺഫ്യൂഷൻ വരാൻ പാടില്ല. യു ഷുഡ് നോട്ട് ടേക്ക് 1 ആസ് ദ കംപ്ലീഷൻ ടൈം ബിക്കോസ് ഫൈനലി P1 is completed at 20 milliseconds because of preemption. Okay, അപ്പൊ 20 ആണ് അത്. ബാക്കി P2ന്റെ കംപ്ലീഷൻ ടൈം 2 ആണ്, P3യുടെ 5 ആണ്, P4 7, P5 13. അത് ഓക്കെ ആണ് ബിക്കോസ് അവർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. P1ന്റെ മാത്രം യു ഹാവ് ടു ചെക്ക് ഇറ്റ്. ദെൻ കാൽക്കുലേഷൻ ആൻഡ് ഓൾ എവറിത്തിങ് സെയിം, ഓൺലി ഈ ഒരു ലോജിക് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് വിത്ത് പ്രീംഷൻ. ഷോർട്ടസ്റ്റ് ജോബ് സെലക്ഷൻ ആണ്, ബട്ട് എന്താണ് പ്രീംഷൻ ഉണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, അറൈവൽ ടൈം 0 ആയിട്ടുള്ള പ്രോസസ് ഉണ്ടോ നോക്കണം. ഇഫ് ഇറ്റ് ഈസ് ദെയർ യു ഹാവ് ടു പ്രോസസ് ദാറ്റ് ഇറ്റ് സെൽഫ്. പിന്നെ എന്ത് ചെയ്യുക, ഓരോ 1 by 1 സെക്കൻഡ് എത്ര അറൈവൽ ടൈം വരുന്നതിനനുസരിച്ച് ചെക്ക് ചെയ്യുക എവിടെയാണ് പ്രീംഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ പറഞ്ഞേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൊന്നും കൂടെ പറയാം. അഖിൽ, അമൽ, അനുജ, അനുപമ, ഫസ്ന, ലിഖിത്, മിഥുൻ, നാസിഫ്, റാസി, അർപ്പിത്, ആരോമൽ, പ്രിൻസ്, വൈഷ്ണ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. കാരണം പ്രോബ്ലം ആണ്, നമുക്ക് ഈസി ആയിട്ട് യു ക്യാൻ സ്കോർ ദ മാർക്സ് ഇഫ് യു നോ ദ ലോജിക്. പിന്നെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരില്ല ബിക്കോസ് ബേസിക് നമ്പേഴ്സിന്റെ അഡീഷനും ആവറേജ് മാത്രമാണ്. സോ കോൺസെപ്റ്റ് മാത്രം ഓക്കെ ആയാൽ മതി. ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു? ഓക്കെ, okay, next one more problem. Okay, here there are 4 process. Okay, burst time is given, arrival time is given. Okay, burst time നിങ്ങൾക്ക് എന്ത് ചെയ്യാം, as I told before you can check it with here. Okay, ഇവിടെയും 19 ആണ്, ഇവിടെയും 19 ആണ്. ഈ ഒരു കേസിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. Here it is 20, here also 20. ഒരു ഐഡിയൽ എന്നുള്ള കേസിലൊക്കെ വരുമ്പോഴേ അവിടെ മാറ്റം വരുള്ളൂ. അതർവൈസ് you can just verify whether your Gantt chart is correct or not. ഈ total burst time should be equal to the completion time. Okay, so here arrival time is given, burst time is given. Okay, നമുക്ക് നോക്കാം. സോ ഇവിടെ എന്താണ് ഷോർട്ടസ്റ്റ് ജോബ്? ആക്ച്വലി ഷോർട്ടസ്റ്റ് ജോബ് ഈസ് ആരാണ്? P3 ആണ്. കാരണം 2 മില്ലി സെക്കൻഡേ വർക്ക് ചെയ്യേണ്ടുള്ളൂ. ദാറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ്. ബട്ട് അവരല്ല ഫസ്റ്റ് വർക്ക് ചെയ്യുക. കാരണം എന്തുകൊണ്ടാ? അറൈവൽ ടൈം 0-ല് ആര് വന്നിട്ടുണ്ട്? P1 വന്നിട്ടുണ്ട്. ഓക്കെ, സോ നോക്കൂ, അറ്റ് 0 മില്ലി സെക്കൻഡ് നോക്കി, 0 മില്ലി സെക്കൻഡിൽ ആരേ ഉള്ളൂ? P1 മാത്രമേ ഉള്ളൂ. സോ P1 ഗോട്ട് റെഡി. ഓക്കെ, P1 റെഡി ആയി. അപ്പൊ 0 മില്ലി സെക്കൻഡിൽ P1. ഇനി എത്ര വരെ P1 വർക്ക് ചെയ്യണം? ദാറ്റ് യു ഹാവ് ടു ചെക്ക്. ഓക്കെ, എന്തുകൊണ്ടാ? നെക്സ്റ്റ് 1 മില്ലി സെക്കൻഡ് നോക്കുക. അത് കാരണം അറൈവൽ ടൈം അടുത്തത് 1 ആണ്. സോ 1 മില്ലി സെക്കൻഡിൽ ആരൊക്കെയാണ് റെഡി? P1 റെഡിയാണ്. ഓക്കെ, P1 ഓൾറെഡി റെഡിയാണ്, P2 കൂടെ റെഡിയാണ്. ഓക്കെ, അപ്പൊ എന്താ P1ന്റെ കംപ്ലീഷൻ ടൈം എത്രയാണ്? 0 മുതൽ 1 മില്ലി സെക്കൻഡ് വരെ 1 യൂണിറ്റ് വർക്ക് ചെയ്തു. ഓക്കെ, സോ 7 - 1 6 ആണ് വരിക ഇപ്പം കംപ്ലീഷൻ ടൈം. ഓക്കെ, 0-ൽ സ്റ്റാർട്ട് ചെയ്തു, 1 മില്ലി സെക്കൻഡ് ദേ വർക്ക്ഡ്, എന്നിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ P1ന്റെ കംപ്ലീഷൻ ടൈം 6 ആണ്, P2ന്റെ കംപ്ലീഷൻ ടൈം എന്താണ്? 6 ആണ്. ഓക്കെ, സോ ഓൾറെഡി CPU വാസ് വിത്ത് P1. ഓക്കെ, P1ന്റെ കയ്യിലായിരുന്നു. സോ P1 കണ്ടിന്യൂസ്. 2 പേര് ടൈ വന്നു, ഓൾറെഡി ആരാണോ വർക്ക് ചെയ്തത് അവർക്ക് തന്നെ. ഓക്കെ, സോ P1 കണ്ടിന്യൂസ്. അപ്പൊ 1 മില്ലി സെക്കൻഡിൽ P1 തന്നെ വർക്ക് ചെയ്തു. ഓക്കെ, ഇനി 2 മില്ലി സെക്കൻഡ്, 2 മില്ലി സെക്കൻഡ് ആയി. സോ അറ്റ് ദാറ്റ് ടൈം ഒരാളും കൂടെ വന്നു, P3 എന്ന് പറഞ്ഞ പ്രോസസ് കെയിം.
ഓക്കെ, അപ്പൊ ആരൊക്കെയാ റെഡി? 2 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് 2 യൂണിറ്റ് P1ന്റെ 2 യൂണിറ്റ് തീർന്നു. 7 ആയിരുന്നു ടോട്ടല്, 2 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്തു അവര് P1. സോ ബൈ ദാറ്റ് ടൈം ദർ ബേസ്റ്റ് ടൈം ഈസ് 5. എന്തുകൊണ്ടാ? 7 മൈനസ് 2. ഓക്കെ, 2 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്തു അവര്. കണ്ടോ, 2 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്തു. അപ്പൊ ഇനി എന്താണ് അവരുടെ ബേസ്റ്റ് ടൈം? 7 ആയിരുന്നു ടോട്ടല്, 2 മൈനസ് 2 5 ആണ്. ഓക്കെ, P1 5 ആണ്, P2 റെഡി ആണ് 6, P3 വന്നു 2 ആണ്. സോ ഷോർട്ടസ്റ്റ് ഈസ് 2. സോ P3 സെലക്ട് ആയി. 2 മില്ലി സെക്കൻഡിൽ P3 സെലക്ട് ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്തു? അത് എത്ര ടൈം നമുക്ക് അറിയില്ല. ഓക്കെ, അറൈവൽ ടൈം 3 കൺസിഡർ ചെയ്തു അറ്റ് 3 മില്ലി സെക്കൻഡ്. ഓക്കെ, 3 മില്ലി സെക്കൻഡിൽ P1 5 ആണ്, P2 6 ആണ്, P3 എന്തായി? 2 ആയിരുന്നു ഓൾറെഡി. സോ 2 to 3 മില്ലി സെക്കൻഡ്, 1 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ 2 എന്തായി മാറി? അവര് 1 ആയിട്ട് മാറി. ഓക്കെ, 2 1 ആയി മാറി. സോ അവിടെയും P4 റെഡിയായി. 3 മില്ലി സെക്കൻഡിൽ ആരും കൂടെ വന്നിട്ടുണ്ട്? P4 വന്നു. സോ എല്ലാവരും റെഡിയാണ് വർക്ക് ചെയ്യാൻ. ഓക്കെ, at 3 മില്ലി സെക്കൻഡ് all the process has arrived with burst time 5 6 1 4. ഓക്കെ, അതിൽ ഷോർട്ടസ്റ്റ് P3 ആണ്. സോ P3 തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ എന്താണ്? 2 മുതൽ 4 മില്ലി സെക്കൻഡ് വരെ P3 കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, 4 മില്ലി സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യും. ഇനി 4 മില്ലി സെക്കൻഡിൽ എന്താണ് നോക്കാം. ഓക്കെ, 4 മില്ലി സെക്കൻഡിൽ എന്താ നോക്കുന്നത്? അപ്പൊ P3 കംപ്ലീറ്റ് ആയി. കാരണം P3യുടെ ബേസ്റ്റ് ടൈം 2 യൂണിറ്റേ ഉള്ളൂ, 2 മില്ലി സെക്കൻഡേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ബട്ട് നമ്മൾ അവിടെ ചെക്ക് ചെയ്തിരുന്നു. 2 മില്ലി സെക്കൻഡിൽ ചെക്ക് ചെയ്തു, 3യിൽ ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് കംപ്ലീറ്റ് ആയി വർക്ക് ചെയ്തപ്പോൾ P3 ഫിനിഷ്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ഇപ്പം കംപ്ലീഷൻ ടൈം 4 ആണ്. അറൈവൽ ടൈം എല്ലാവരും അറൈവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി കംപ്ലീഷൻ ടൈം ചെക്ക് ചെയ്യാം. അറ്റ് 4 മില്ലി സെക്കൻഡ്, 4 മില്ലി സെക്കൻഡിൽ ആരൊക്കെയാ റെഡി? P1 P2 P4 റെഡിയാണ്. അതിൽ ഷോർട്ടസ്റ്റ് P4 ആണ്. സോ P4ന് കംപ്ലീറ്റ് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. കാരണം അറൈവൽ ടൈം എല്ലാവരും വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് ജോബ് നോക്കിയിട്ട് അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അതുവരെയാണ് ആ വരുന്ന ടൈം ഒരു 3 അല്ലെ 4 മില്ലി സെക്കൻഡ് വരെയൊക്കെയാണ് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 4 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് 3 പ്രോസസ് ആർ ദെയർ. അതിൽ ഷോർട്ടസ്റ്റ് P4 ആണ്. P4 സെലക്ട് ചെയ്തു. അപ്പോൾ 8 മില്ലി സെക്കൻഡ് ആയി. 8 മില്ലി സെക്കൻഡ് ആവുമ്പോഴേക്ക് 2 പേര് P1 ആൻഡ് P2 വിത്ത് 5 and 6 ബേസ്റ്റ് ടൈം. അതിൽ 5 ആണ് ഷോർട്ടസ്റ്റ്. P1 സെലക്ട് ചെയ്തു. P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? P1ന്റെ ബേസ്റ്റ് ടൈം 5 ആണ്. സോ 8 + 5 13 ആയി. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് P2 ആണ് ബാക്കിയുള്ളത്. സോ P2 വിൽ ബി എക്സിക്യൂട്ടഡ് വിത്ത് ബേസ്റ്റ് ടൈം 6. സോ 13 + 6 19. ഓക്കെ, സോ ഇവിടെ കംപ്ലീഷൻ ഓഫ് P1 ശ്രദ്ധിക്കണം. കംപ്ലീഷൻ ഓഫ് P1 ഈസ് 13. ഓക്കെ, 13 ആണ്. 2 എന്ന് എഴുതി വെക്കരുത്. ബിക്കോസ് P1 ഇവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. സോ കംപ്ലീഷൻ ടൈം ഓഫ് P1 13, P2 19, P3 4, P4 8. ഓക്കെ, കംപ്ലീഷൻ ടൈമിന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ദ അതർ 2 ഫാക്ടേഴ്സ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, ഇതാണ് ഷോർട്ടസ്റ്റ് വിത്ത് പ്രീംഷൻ. ക്ലിയർ ആണോ? അപ്പൊ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അറൈവൽ ടൈം 0 ആണെന്ന് നോക്കും. 0 ഉള്ള പ്രോസസ്സിന് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അറൈവൽ ടൈം ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുക. അറ്റ് 1 മില്ലി സെക്കൻഡ്, അറ്റ് 2 മില്ലി സെക്കൻഡ്, അറ്റ് 3 മില്ലി സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ, ടിൽ ദ ലാസ്റ്റ് അറൈവൽ ടൈം ഓർ ദ നെക്സ്റ്റ് 3 or 4 വരെ കാണുക. ഓക്കെ, അവിടെ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ യു ഹാവ് ടു സ്വിച്ച് ചെയ്യേണ്ടി വരും പ്രോബബ്ലി. ഓക്കെ, ദെൻ ഇഫ് എ ടൈ ഒക്കേഴ്സ് എന്ത് ചെയ്യുക? ഓൾറെഡി ആരടുത്താണോ ഉണ്ടായത് ദേ ക്യാൻ കണ്ടിന്യൂ ദ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പൊ 4 മില്ലി സെക്കൻഡ് ഓൾമോസ്റ്റ് 4 ആവുമ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, അതുവരെയാണ് നമുക്ക് പ്രീംഷൻ ആയിട്ട് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് ദേ എക്സിക്യൂട്ട് വിത്ത് ഷോർട്ടസ്റ്റ് ജോബ് ക്രൈറ്റീരിയ. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇപ്പോ ക്ലിയർ ആയോ? സാലി, നിഹാൽ, നിവേദ്യ, നന്ദിത, ക്ലിയർ ആയോ? എനി ഡൗട്ട്? എനി ഡൗട്ട്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എത്ര തീരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നമുക്ക് മെല്ലെ എന്താ പറയാ മനസ്സിലാക്കിയിട്ട് മാത്രം പോയാൽ മതി. ഓക്കെ, ഓക്കെ ആണോ? അതേഴ്സ്? ആദിത്യ, അമിന, അമൽ, അരുൺദത്ത്,
യാദവ്, തേജ, ഷബിൻ. ഓക്കെ, അപ്പൊ അതാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് അൽഗോരിതം. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്നാണ് ചോദിച്ചതെങ്കിൽ ഇറ്റ് വിൽ ബി the one as we have studied earlier. Okay, shortest job first എന്നാണ് ചോദിച്ചതെങ്കിൽ you have to write the non primitive version. Okay, non primitive ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് ബേസ്റ്റ് ടൈം ആർക്കാണോ കുറവ്, ഓക്കെ, അറൈവൽ ടൈമിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, അതേ നോക്കണ്ടുള്ളൂ. ഇനി ഷോർട്ടസ്റ്റ് ജോബ് റിമൈനിങ് ടൈം ഫസ്റ്റ് SRTF എന്ന് വന്നാലാണ് പ്രീംഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പ്രീംഷൻ അൽഗോരിതം ചെയ്യാം. ഇനി വേറൊരു കേസിൽ ദേ വിൽ ബി ഗിവൺ, ഇങ്ങനെ തരും, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിന്റെ ബ്രാക്കറ്റിൽ ദേ വിൽ ബി ഗിവൺ വെദർ ഇറ്റ് ഈസ് പ്രീംഷൻ ഓർ വെദർ ഇറ്റ് ഈസ് നോൺ പ്രീംഷൻ, അങ്ങനെയും തരാം. ഓക്കെ, SRTF എന്ന് തരാതെ തന്നെ SJF എന്നും പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ദേ വിൽ ബി സ്പെസിഫൈങ് വെദർ ഇറ്റ് ഈസ് പ്രീംഷൻ ഓർ നോൺ പ്രീംഷൻ. സോ അക്കോർഡിംഗ്ലി യു ക്യാൻ റൈറ്റ്. ഓക്കെ, പിന്നെ ഒരു കേസ് വരുന്നത്, ഓക്കെ അത് ഇതിലല്ല, ഓക്കെ നെക്സ്റ്റ് അൽഗോരിതത്തിലാണ്. ഓക്കെ, സോ ദിസ് ആർ ദ FCFS നമ്മൾ പഠിച്ചു, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് പഠിച്ചു, ആൻഡ് ഷോർട്ടസ്റ്റ് ജോബിൽ 2 വേർഷൻസ് നമ്മൾ നോക്കി. ഓക്കെ, so this is the shortest job algorithm. Okay, next one is the priority scheduling. Okay, priority scheduling means there will be a priority number. Okay, ഒരു priority number ഉണ്ടായിരിക്കും. Okay, according to that number you have to execute the process. Okay, priority number will be in integer. Okay, the one with the lowest value. Okay, ഇപ്പം 1 2 3 4 എന്നാണ് 4 പ്രോസസ് ഉണ്ടെങ്കിൽ 1 2 3 4 ആണ് പ്രയോറിറ്റി എങ്കിൽ 1 will be having the lowest value will be having high priority. Okay, ഇപ്പൊ priority numbers 1 2 3 4 ആണെങ്കിൽ highest priority goes to 1, priority 1. Okay, small number-നാണ് high priority. ഇപ്പം 0 ആണ്, 0 എന്ന് പറഞ്ഞൊരു priority ഉണ്ടെങ്കിൽ it is the highest priority. Okay, small number high priority. Okay, it comes in preemptive and a non-preemptive version. Okay, അപ്പം അതാണ് priority. So ഒരു എക്സ്ട്രാ എന്തുണ്ടാവും, ഒരു കോളം തന്നിട്ടുണ്ടാവും, പ്രോസസ് ഉണ്ടാവും, arrival time will be given. If arrival time is not given, then consider it as 0. Okay, burst time will be given, a priority will be given. Okay, ഇവിടെയാണെങ്കിൽ highest priority ആർക്കാണ്, P2 നാണ്. കണ്ടോ, 1 ആണ് highest priority, പിന്നെ 2, then 3, then 4, then 5. Okay, highest priority means lower number ന് highest priority. So P2 നാണ് highest priority. Okay, അപ്പൊ this is the ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ്. അറൈവൽ ടൈം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പ്രിംപ്ഷൻ ആണെങ്കിലും നോൺ പ്രിംപ്റ്റ് ഏതാണെങ്കിലും ചെയ്യാം. ഓക്കെ, അറൈവൽ ടൈം എല്ലാവരും സെയിം ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ അറൈവൽ ടൈം ഇല്ല. ഓക്കെ, സോ ഓൺ ദ ബേസിസ് ഓഫ് പ്രയോറിറ്റി യു ക്യാൻ ഷെഡ്യൂൾ. ബേഴ്സ് ടൈം നോക്കണ്ട, പ്രയോറിറ്റി ഓർഡർ മാത്രം ചെക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, സോ ഹിയർ വിച്ച് വൺ വിൽ ബി ദ ഫസ്റ്റ് വൺ പറഞ്ഞേ. Arrival time 0 ആണ്. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ എക്സാമ്പിൾ ആണ്. Arrival time 0 ആണ്. So which one will be the first one? ഏതാണ് പറഞ്ഞേ, ഏതായിരിക്കും ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക? 5 പ്രോസസ് ഉണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും, ആർക്കാണ് ആശിഷ്? ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു priority scheduling. You will be given a priority that will be a number. Okay, the lower value will have highest priority. So which one will have highest priority? ആർക്കാണ് റാസി? ആർക്കാണ് highest priority? അഖിൽ മെസ്സേജ് ചെയ്തു. P2. P2 നാണ്, കാരണം P2ന്റെ പ്രയോറിറ്റി നമ്പർ 1 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി. സോ P2 ആണ് ഫസ്റ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വർക്ക് ചെയ്യും. ഇവിടെ ഞാൻ നോൺ പ്രീംറ്റീവ് ആണ് പറയുന്നത്, പ്രീംഷൻ ഇല്ല, നോൺ പ്രീംറ്റീവ് ആണ് പറയുന്നത്. ഓക്കെ, സോ
P2 ആണ് ഫസ്റ്റ് വർക്ക് ചെയ്യുക. ബേസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. സോ 1 സെക്കൻഡ് അവർ വർക്ക് ചെയ്തു, അല്ലെ 1 മില്ലി സെക്കൻഡ് അവർ വർക്ക് ചെയ്തു. ദേ ഗോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് പ്രയോറിറ്റി ആർക്കാണ്? 1 കഴിഞ്ഞു. നെക്സ്റ്റ് പ്രയോറിറ്റി ഫോർ 2. പ്രയോറിറ്റി 2 ആണ് അടുത്തത്. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം P5 should be executed. P5 വർക്ക് ആവും. എത്ര ബേസ്റ്റ് ടൈം? 5 ആണ്. സോ 1 plus 5 6. ഓക്കെ, 5 മില്ലി സെക്കൻഡ് അവർ വർക്ക് ചെയ്തു. നെക്സ്റ്റ് ആർക്കാണ് പ്രയോറിറ്റി? 3ക്കാണ് പ്രയോറിറ്റി. സോ P1 വർക്ക് ആവും. ഓക്കെ, ഫോർ 10 ആണ്. 10 മില്ലി സെക്കൻഡ് ആണ് ബേസ്റ്റ് ടൈം. സോ 6 plus 10 16. ഓക്കെ, 16 മില്ലി സെക്കൻഡ് വരെ P1 വർക്ക് ചെയ്യും. നെക്സ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു പ്രയോറിറ്റി നമ്പർ 4. P3 ആണ്. 2 മില്ലി സെക്കൻഡ്. സോ 16 plus 2 18. ഓക്കെ, 2 മില്ലി സെക്കൻഡ് വർക്ക് ചെയ്തു. നെക്സ്റ്റ് അറ്റ് ലാസ്റ്റ് the last priority is 5 goes to P4 with burst time 1. So 18 plus 1 19. Okay, ഇപ്പൊ പ്രയോറിറ്റി ഓർഡർ മാത്രം നോക്കിയാൽ മതി. നോ നീഡ് ടു ചെക്ക് ദ ബേസ്റ്റ് ടൈം. ഷോർട്ടസ്റ്റ് ജോബിൽ എന്താ ചെക്ക് ചെയ്തത്? ബേസ്റ്റ് ടൈം ചെക്ക് ചെയ്തു. അറൈവൽ ടൈം തന്നതുകൊണ്ട് അതും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ബേസ്റ്റ് ടൈമിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഡ്രോ ചെയ്യാനാണ്. Full consideration is based on priority and arrival time. Here in this example, arrival time is not given. So it is 0. That is എല്ലാരും ഒരുമിച്ച് arrive ചെയ്തിട്ടുണ്ട്. All are ready to execute. Okay, ഇതൊരു നോൺ പ്രീംറ്റീവ് ആണ്. ഇവിടെ പ്രീംഷൻ ഒന്നുമില്ല. 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു ആസ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ഓർഡർ. ഓക്കെ, സോ ഇതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ. ബട്ട് നമ്മൾ എന്തും കൂടെ പഠിച്ചിരിക്കണം, ബിക്കോസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ അറൈവൽ ടൈം തന്നിട്ട് വരുന്നുണ്ട്. സോ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് ഓൾസോ. ഓക്കെ, സോ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് 2 ടൈപ്സ് ആണ്, നോൺ പ്രീംറ്റീവ് ആൻഡ് പ്രീംറ്റീവ്. ലോ നമ്പർ മീൻസ് ഹൈ പ്രയോറിറ്റി. ഓൾവേസ് ചെക്ക് ദ അറൈവൽ ടൈം ഓൾസോ. സോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗിവൺ ദിസ് ടേബിൾ. ഓക്കെ, ഈ ഒരു ടേബിൾ തന്നിട്ട് യു ഹാവ് ടു പെർഫോം FCFS ആൻഡ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. രണ്ടും ഒരു ടേബിൾ ആയിരിക്കും, രണ്ട് പെർഫോം ചെയ്യും. സോ FCFS ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പ്രയോറിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, FCFS പ്രയോറിറ്റി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, ബട്ട് കോമൺ ആയിട്ട് ഒരു ടേബിൾ തരുവാണെങ്കിൽ FCFS വരുമ്പോൾ നിങ്ങൾ എന്തേ നോക്കണ്ടുള്ളൂ? ഈ ഒരു പോർഷൻ പ്രയോറിറ്റി വേണ്ട. ഓക്കെ, അതർ 3 കോളംസ് മാത്രം വെച്ചിട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ FCFS വെച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി നോക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഇത് വെച്ച് ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങളോട് പറയും പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് കൂടി ചെയ്യണം. നോൺ പ്രീംറ്റീവോ പ്രീംറ്റീവ് എന്ന് പറയും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൺസിഡർ ചെയ്യണം. ഓക്കെ, ആ സമയത്ത് മാത്രം. അല്ലാതെ കോമൺ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ട് FCFSൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ പ്രയോറിറ്റി അവിടെ നോക്കാൻ പാടില്ല. പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ മാത്രമാണ് പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ, ആ ഒരു കോളത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഓക്കെ, ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്സ് ആയിട്ട് വരും. ഓക്കെ, കോമൺ ടേബിൾ ഉണ്ടാവും, അതിന് അണ്ടറിൽ FCFS വരാം, SJF വരാം, പ്രയോറിറ്റി വരാം. ഓക്കെ, സോ പ്രയോറിറ്റി ഷെഡ്യൂളിംഗിൽ മാത്രം എന്ത് ചെയ്യുക? ഈ പ്രയോറിറ്റി കോളം കൺസിഡർ ചെയ്യണം. ഓക്കെ, അതർ കേസിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് അറൈവൽ ടൈം വെച്ചിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? 2 കേസിൽ, നോൺ പ്രീംറ്റീവ് വേർഷൻ ആൻഡ് പ്രീംറ്റീവ് വേർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ നോക്കിയല്ലോ. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് കഴിഞ്ഞാൽ 1 more algorithm is there. ഓക്കെ, റൗണ്ട് റോബിൻ അൽഗോരിതം. ഓക്കെ, ദാറ്റ് ഈസ് വെരി സിമ്പിൾ അൽഗോരിതം ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇന്ന് തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, we can take it in next class. Attendance please. Ashish, Abhinav, Present. Abhishek, Aditya, Aishwarya, absent. Agil CV, Agil K, Amal, Surendran, Amina, Anina, Anirudh, Anjida, Anuja, absent. Aromal, Arpit,
Arundat, Ashwin, Fasna, Fatima Tramshada, Hrudul, Jarish, Khadija, Shirin, Ligid, Mariam Liana, Midun, okay, Aramal. Midun, Nasif, Rasi, Minhaj, Nihal, Sali, Shafiq, Nabil, wait, Nabil, okay. Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Rishwin, Ritik, Rohit, Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Amal. So absent is Aishwarya, Anirudh, Jarish, Khadija, Shirin. Miss Jarish present ആണ് Miss. Okay, Jarish present and Aishwarya. Okay, so absent is Anirudh and Khadija, Shirin. Okay. So study this, very important ആണ്. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചോദിക്കുക കേട്ടോ. ഇന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. So okay, thank you.